സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപുഷരേക്ക് റെപ്രസെന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മൂവാറ്റുപുഴയിലെ ഇലാഹിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ്. ഇവിടുത്തെ മറ്റൊരു ബാച്ച് കുട്ടികളെല്ലാം റെഡിയായിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കമാൺ. ബോയിങ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിരിയുടെ വിരുന്നൊരുക്കിയ ഒരു സിനിമയായിരുന്നു. അതിലെ ലാലേട്ടനും മുകേഷ് ഏട്ടനും അങ്ങനെ ജഗതി ചേട്ടനും ഒക്കെ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. അതിപ്പോൾ കണ്ടാലും എപ്പോൾ കണ്ടാലും അതിന് അതേ ചിരി തന്നെ, അതേ ഫ്രഷ്നെസ് തന്നെ ഉണ്ടാകും. അത്രമാത്രം ചിരിയുടെ ഒരു കൂട്ടായ്മയായ ഒരു സാധനമായിരുന്നു അത്. അതിലെ രസകരമായ ഒരു സീക്വൻസാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെ എങ്ങനെയാണ് അതിനെ റീക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇലാഹിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ സെക്കൻഡ് ബാച്ചാണത്. ഫസ്റ്റ് ബാച്ചിനേക്കാളും കുറച്ചുകൂടി എനർജി കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് അൽഫിയെ വിളിക്കാം. അൽഫയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങളെ കൊടുത്താണ് ആദ്യം തന്നെ വന്നത്. നമ്മുടെ ഡയറക്ടർ പറയുന്ന കേട്ട് ഒരു സ്വർണ്ണ കോയിനൊക്കെ തരുന്നത്. റെഡി ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ എങ്ങനെ പാടുന്നത്? ആക്ഷൻ കാണിക്കും. അങ്ങനെ കാണിക്കും. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ഒപ്പി തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, പണം തന്ന് മേടിച്ചു വായിക്കും. ജ്ഞാനത്തിന്റെ എന്താണ് ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? അപഹാനത്തിന്റെ എന്ത്? വ്യക്തമായിട്ട് നീ കേട്ടോ ഈ പയ്യൻ പറയുന്നു. മോനെ പറഞ്ഞു വിട. അപരാനത്തിന്റെ പാവോടവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. അപരാനത്തിന്റെ അപരാനം കാണിച്ചേ, ആക്ഷൻ കാണിച്ചേ. അയ്യോ, അതെന്ത് വേർഡാ? മീനിങ് അറിയത്തില്ല. അപരാനത്തിന്റെ മോനെ ഒന്ന് പറഞ്ഞു വിട. അപരാനത്തിന്റെ ആക്ഷൻ കാണിച്ചോളൂ. അപരാനത്തിന് ആക്ഷൻ ഇല്ല. എന്നാ ശരി. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. പറഞ്ഞോണ്ട് വിട്ടിരിക്കുന്നു. അപരാനത്തിന്റെ അനന്ത പദങ്ങൾ നീലിമയിൽ ആകാശ നീലിമയിൽ കൂടി നടക്കും. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. സീതയുടെ അതാണോ? അല്ല, അതിനു മുമ്പ്. അയ്യോ, എനിക്ക് അറിയാം. രണ്ടുപേര് പുകവലിക്കില്ലേ? അതാരൊക്കെയാണ്? ഭീമനും ദുര്യോധനനും. ആരാ പറഞ്ഞ? ഭീമനും രജനീകാന്തും. കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു. കമലഹാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. ഭീമനും ദുര്യോധനും കൂടെ ബീഡി വലിക്കും. എന്ത് ബീഡി? സീതയുടെ മാറിടം പിളർന്ന് രക്തം കുടിച്ച്. ദുര്യോധനൻ രക്തം കുടിച്ചു. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. ഇത്രയും കാലമായിട്ട് എനിക്ക് ഇതിന്റെ പാഠങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്റെ ഗുരുവായൂരപ്പ. അകാല വിളക്ക് തെളിച്ച്. അയ്യോ, പേര് മീല തുടങ്ങുന്നത്, നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. അമ്പലത്തിലെ അകാല വിളക്ക് തെളിയുന്ന സമയത്ത് സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു. എന്താ ചോദിച്ച? വഴി തെളിച്ച് കൊണ്ടുപോവോ? ആനയെ തെളിച്ച് കൊണ്ടുപോവോ? രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആടി തീറ്റി വരും. എന്താണ്? എങ്ങനെയുണ്ട്? എന്റെ അടുത്താണോ?
ഇങ്ങ് വാ, ഇങ്ങനെ നിൽക്ക്, തിരിഞ്ഞങ്ങോട്ട് നിൽക്ക്. എങ്ങനെയുണ്ട്? എന്തോ കൊള്ള കുഴപ്പമില്ല, ബാക്കി കൂടെ പറഞ്ഞാൽ മതി. എന്തൊക്കെയുണ്ട്? ഇനി ഇതുവരെ വരില്ലേ ആനയെ തെളിച്ചുകൊണ്ട് എങ്ങനുണ്ട്? അതിനെ തെളിച്ചുകൊണ്ട് ഇനിയും ഈ വരി വരില്ലേ? ഉറപ്പാണോ? എന്ന് എങ്ങനുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, മോളുടെ പേര് എന്താണ്? ആമിന. ആമിന. എവിടെയാണ് വീട്? വീട് പെരുമറ്റം. റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. ഒരു വാടിയ പൂക്കൾ. അല്ല, അല്ല, പറയാം. ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ഓപ്പി ഓളശ ഓളശ പിയോ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഓളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ ചിരിക്കും, പെണ്ണുങ്ങൾ കരയും. ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ കരയും. എല്ലാരും അങ്ങ് കരയുകയാണോ? അമ്മായി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ, ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. സിനിമാക്കാർ വായിക്കും, കാശ് കൊടുത്ത് വാങ്ങിക്കും. അപഹാരത്തിന്റെ അല്ല അപരാഹനത്തിന്റെ ആകാശ നീലിമയിൽ അവൻ നടന്നകുന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറ് പുലർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് അന്ന് ജലദോഷമായിരുന്നു. അമ്പലത്തിലെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ? ആനകളെ തെളിയിച്ചു കൊണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? എന്തോ എങ്ങനെയുണ്ട്? പേര്? സഫ്ന. സഫ്ന. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BSc സൈക്കോളജി. റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ PO ഒളശ ഒളശ, OP തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾ ചിരിക്കും. അല്ല, ആണുങ്ങൾ ചിരിക്കത്തില്ല. അപരാഹ്നത്തിന്റെ അനന്ത പദങ്ങളിൽ ആകാശ നീലമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും അല്ല യുധിഷ്ഠിരനും കാന്താരിയോ? ആ കണ്ണില്ലാത്ത രാഷ്ട്രർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി? സീതയുടെ മാറിടം പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയിച്ച സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു, ഇനിയും വരില്ലേ ആനകളെ തെളിച്ചുകൊണ്ട്? തെളിച്ചുകൊണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. എന്താണ് പേര്? ദൃശ്യ. അപ്പൊ റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വിരിഞ്ഞപ്പോൾ മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ OP ഒളശ ഒളശ, PO തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിക്കുമ്പോൾ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾ. അതൊരു പ്രത്യേക മോഡുലേഷനിൽ പറയണം. ഇത് വായിക്കുമ്പോൾ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് ദേഷ്യം വരും. ആ ദേഷ്യം പറയണോ? ദേഷ്യം വരാറില്ലേ? ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. സിനിമാക്കാർ വായിക്കും, വേണ്ടി വന്നാൽ വാങ്ങിക്കും. അപരാഹനത്തിന്റെ അനന്തപദങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറിടം പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷം വന്നു. അമ്പലത്തിന്റെ അകാല വിളക്കുകൾ തെളിയിക്കുന്ന സമയത്ത് സന്ധ്യയിൽ ആനയും എന്തോ ഒരു സാധനം അകാല വിളക്കുകൾ തെളിയിക്കുന്ന സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു, ഇനിയും വരില്ലേ ഇതുവഴി ആനയെ തെളിയിച്ചു? ആടാണോ? ആനയെ തെളിയിച്ചുകൊണ്ട്. എങ്ങനെയുണ്ട് സർ? സൂപ്പർ. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണ്.
ഞാൻ വിളിച്ച ദേഷ്യത്തിന് ഇദ്ദേഹത്തിന് തള്ളിയിട്ടൊക്കെയാണ് വരുന്നത്. പേര് കറക്റ്റ് എന്തായിരുന്നു? അഫ്ല. അഫ്ല. റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. ഒരു നീണ്ട കഥ. ഇങ്ങനല്ല, ഒരു നീണ്ട കഥ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ. മഞ്ഞിൽ വിരിഞ്ഞതോ? മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ. OP ഒളശ ഒളശ, OP തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ ഒളശ. ഇത് വായിച്ചാൽ ആണുങ്ങൾക്ക് കലി വരും, സ്ത്രീകൾ കരയും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, വാങ്ങിച്ച് ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. വായിച്ച് വായിച്ച് മടുക്കുമല്ലേ ഇപ്പൊ അയാള്. വാങ്ങിച്ച് കേട്ടോ ചിലരുണ്ട് കള്ളു കുടിച്ചാ പിന്നെ പറഞ്ഞോണ്ടിരിക്കും. വായിച്ച് വാങ്ങിക്കും. മറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി, മറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി. കാശ് കൊടുത്ത് വാങ്ങിക്കും, വാങ്ങിച്ച് വാങ്ങിച്ച് അതില്ല, മേടിച്ചോണ്ട് വരിക. ഇപ്പൊ താക്കോൽ എവിടെ ഇരിക്കുന്നു? വായിക്കും, വാങ്ങിക്കും. നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ. അപരാഹനത്തിന്റെ അനന്ത നീലിമയിൽ അനന്തപദത്തിൽ രോഗി ഛർദിച്ചതും പാല്, വൈദ്യ ഛർദിച്ചതും പാല്. എന്താ അനന്തപദങ്ങളിൽ അതന്നെയല്ല ഞാൻ ആദ്യം പറഞ്ഞ. ഞാൻ പദങ്ങളിൽ നിന്ന് പറഞ്ഞു. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. അവൻ നടന്നു അകന്നു. പത്മഭൂഷൺ. അയ്യപ്പനോ? ഭീമനും ദുഷ്യന്തനും യുധിഷ്ഠിരനും. നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. സീതയുടെ മാറ് തുറന്നോ? പൊന്നെ ഉദാഹരണല്ലേ പറയണേ. മാറ് പിളർന്ന് ദുര്യോധനൻ രക്തം കുടിച്ചു. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അകാല വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു, ഇനിയും വരില്ലേ ഇതുവഴിയിൽ ആനയെ തെളിയിച്ചുകൊണ്ട്. എങ്ങനെയുണ്ട്? അല്ല സത്യം, ഞാൻ എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, എന്നാ ഓക്കെ. അതാ നല്ലത്. വേഗം ചെല്ല്. പേരെന്താണ്? അക്ഷിത. നാട്? പുല്ലുവഴി. ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ OP ഒളശ ഒളശ, PO തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ആശാനെ 2 ദോശ എടുത്തൊക്കെ മലത്തി അടിച്ചേ. എനിക്കൊരു ത്രിപിൾ ഓംലെറ്റും. ഇത് വായിക്കുന്ന സ്ത്രീകൾ കരയും, ആണുങ്ങൾ കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും. അപരാഹനത്തിന്റെ അനന്തപദങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ദുര്യോധനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. അളിയാ, ഇപ്പൊ എല്ലാം ശരിയായ? ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. സീതയുടെ മാത പിളർന്ന് ചോര കുടിച്ചു, അല്ല രക്തം കുടിച്ചു യുധിഷ്ഠിരൻ. തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിലെ അകാല വിളക്കുകൾ തെളിയിക്കുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരിയില്ലേ ആനയെ തെളിയിച്ചുകൊണ്ട്. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ.
സന്തോഷായി. എന്താ മോൾ പേര്? ഫിദ. ഫിദ. എവിടെ നാട്? മാർമല്ലി. അപ്പോൾ തുടങ്ങാം. റെഡി, ആക്ഷൻ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ യെസ്. വാടിയപ്പോൾ ഒളശ ഒളശ OP ഒളശ ഒളശ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ സ്ത്രീകൾ കരയും, പുരുഷന്മാർ ദേഷ്യം വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശ് കൊടുത്ത് മേടിക്കും, അപരാധത്തിന്റെ അനന്ത പദങ്ങൾ ആകാശ നീലിമയിൽ, അവൾ നടന്നു പോയപ്പോൾ അവൾ നടന്നകന്നു, ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു, സീതയുടെ പൊളിച്ചോ? എന്റെ പൊന്നോ, നോക്കണ നോട്ടം കണ്ടില്ലേ അമ്മായി? ഈ അമ്മാവൻ ചീത്തയാ, കള്ളനാ, കശ്മലനാ. പിളർന്ന് രക്തം കുടിച്ചു ഭീമൻ. ഗുരുവായൂർ അപ്പന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയിച്ച സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും ഇതുവഴി വരില്ലേ? ആനകളെ തെളിയിച്ചുകൊണ്ട്. എങ്ങനെയുണ്ട്? ശരി സാർ. ഫസീന, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ആക്ട് ചെയ്തത്? കുഴപ്പമില്ലായിരുന്നല്ലേ? റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ. OP ഒളശ, PO ഒളശ, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശ് കൊടുത്ത് വാങ്ങിക്കും. അപരാഹനത്തിന്റെ അനന്ത പദങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു, സീതയുടെ മാറിടം പിളർന്ന് രക്തം കുടിച്ചു. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിലെ അകാല വിളക്കുകളിൽ തെളിയിക്കുന്ന സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു, ഇനിയും വരില്ലേ ഇതിലെ ആനകളെ തെളിയിച്ചുകൊണ്ട്. അങ്ങനെ ഉണ്ട്. എന്താണ് പേര്? ഭീമ. ഈ ഡയലോഗ് പറയോ? അപ്പോൾ ഒരു ടങ് ട്വിസ്റ്റർ കൊടുക്കുക അല്ലേ? കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഭയങ്കര എനർജറ്റിക് ആയിട്ട് വന്നതാണ്. അത് കൊടുക്കത്തില്ല, അത് വരില്ല. ഇതൊന്നും ടിവിയിൽ വരത്തില്ലല്ലോ. 1 2 3 സ്റ്റാർട്ട്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഭയങ്കരമായ ആള്. എന്താണ് പേരെന്താണ്? ഗോകുല്. പക്ഷെ മനോഹരമായി പാടുമെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരു പാട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങാം. നീ കവിതകളാ കനവുകളാ കയൽ വിഴിയേ நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவெண் பனி ஓடாத நீ ஏல்லையே இதழோரமாய் சிறு புன்னகை நீ காட்டடி ஏ முல்லையே. தேங்க்யூ.
റെഡി, ആക്ഷൻ. ഞാനൊരു കഥ പറയാം, ഒരു വലിയ കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിപ്പോയപ്പോൾ OP ഒളച്ച PO ഒളച്ച, തിരിച്ചിടലും മരിച്ചിടലും ഒളച്ച. ഇത് വായിച്ചാൽ സ്ത്രീകൾ കരയും, പുരുഷന്മാർ കലികൊള്ളും, കുട്ടികൾ പൊട്ടിച്ചിരിക്കും. സിനിമാക്കാർ ഇത് കണ്ടാൽ വായിക്കും, പൈസ കൊടുത്ത് വാങ്ങിക്കും. വേണമെങ്കിൽ അപരാനത്തിന്റെ അനന്ത നീലിമയിൽ അനന്തപദത്തിൽ അവനിങ്ങനെ നടന്നു. രാമനും ഭീമനും ആകാശം. രാമനോ? എന്താ തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ. ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. രാമനും ഭീഷ്മനും വെടിവലിച്ചു. രാമനും ഭീഷ്മനും വെടിവെച്ചോ? ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഭീമനും യുധിഷ്ഠിരനും വീടി വലിച്ചു. സീതയുടെ മാറ് പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പൻ എന്ന് ജലദോഷമായിരുന്നു. അമ്പലത്തിന്റെ അകാല വിളക്കുകൾ തെളിക്കുമ്പോൾ അവളെ നോക്കി തെളിക്കുന്ന സന്ധ്യയിൽ അവൻ അവളെ നോക്കി ചോദിച്ചു, ഇനിയും നീ വരില്ലേ? ഇതുവഴി ആനയുടെ ഇതുവഴി ആനയും തെളിച്ചുകൊണ്ട് നീ വരില്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം, പറഞ്ഞൊപ്പിച്ചു കളഞ്ഞില്ലേ? ഓപ്പറേഷൻ സക്സസ്, പ്രൊമോഷൻ എക്സസ്. എന്താണ് നിന്റെ പേര്? ആദിത്യൻ. റെഡി, ആക്ഷൻ. റെഡി. നീണ്ട കഥ. എത്രയും വരും ഏകദേശം? ഒരു ഇത്ര നീണ്ട കഥ. ഓക്കെ, നീണ്ട കഥ. എടാ ആമ എത്ര ഉണ്ടായിരുന്നു? ശരിക്കും ആമ എത്ര ഉണ്ടായിരുന്നു? മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ OP ഒളശ PO ഒളശ, തിരിച്ചിട്ടാലും മരച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ സ്ത്രീകൾ കരയും, പുരുഷന്മാർ കലികൊള്ളും, കുട്ടികൾ ചിരിക്കും, സിനിമക്കാർ വാങ്ങി വായിക്കും, പൈസ കൊടുത്ത് വാങ്ങും. അപരാഹത്തിന്റെ അനന്ത നീലിമയിൽ അനന്ത പദങ്ങളിൽ കാണാം ആർക്കാണ് കൂടുതൽ സാമർഥ്യമെന്ന് മാറ്റുരച്ച് നോക്കാനുള്ള സന്ദർഭമാണിത്. കണ്ണം മാഷേ. ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഇത് വേണോ? അതാണ് പറയേണ്ടത്, മെയിൻ അതാണ്. മറ്റേ സിർപ്പലി കല്ലുടിക്ക് ഹനീര പറയാൻ പാടില്ല. അല്ല, അത് കുഴപ്പമില്ല, അപ്പൊ അവരായതുകൊണ്ട് വലിയ വിഷയം വരത്തില്ല. അല്ല, കാലം കുറേയില്ലേ ഭീമസേനും ദുര്യോധനും തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനും ഭീമനും തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഭീമനും യുധിഷ്ഠിരനും വീടി വലിക്കായിരുന്നു. സീതയുടെ മാറ് പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. അന്ന് ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിക്കുന്ന സന്ധ്യയിൽ വണ്ടോന്ന് ചോദിച്ചു. എന്തുകൂടെ ഇത് നാട്ടിൻപുറത്ത് കഥ പറയുന്ന വരുന്നുണ്ടോന്ന് ചോദിച്ചെന്ന്. ഈ എന്തരെന്ന് എഴുതിയാൽ ഇപ്പൊ എന്തരാണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതാ, എന്തുവായി, എന്തുട്ടായി, എന്തിയെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അവൻ അവളോട് ചോദിച്ചു, എന്താണ് പോരുന്ന കൂടെ? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, പോരുന്നോ എന്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോ കുറച്ചുകൂടി കച്ചവടം കിട്ടും. ഇനിയും വരിയില്ലേ ഇതുവഴി ആനയെ തെളിച്ചുകൊണ്ട്? എങ്ങനെയുണ്ട്? സത്യത്തിൽ നീ പറ, എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമായി. ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിലാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിളിക്കുന്നു അഫ്ല. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു, അതുകൊണ്ടാണ് ഈ പ്രൈസ് കൊടുക്കുന്നത്. കസ്റ്റമൈസ് യുവർ ഫേവറേറ്റ് ഫ്രാഗ്രൻസ് വേൾഡ് ഗോൾഡൻ പെർഫ്യൂം നൽകുന്ന മനോഹരമായ ഒരു പെർഫ്യൂമാണ്. ഇനി വിളിക്കുന്നു അൽഫിയ. വളരെ മനോഹരമായി തന്നെയാണ് ആക്ട് ചെയ്തത്. അൽഫിയയ്ക്ക് ഫാം ഹൗസ് ഫ്രഷ് കേർഡ് ആൻഡ് ഫ്രഷ് മിൽക്ക് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ചെറിയ ഉപഹാരം. ഇനി നമുക്ക് വിളിക്കാം അക്ഷിത. ഇത് ഇന്ത്യസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപൂൾ നൽകുന്ന ഒരു സമ്മാനമാണ്. ഇനി ഞാൻ വിളിക്കുന്നു ഫസീന. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ഉപഹാരം, അവരുടെ തന്നെ ഒരു ചെറിയ ഉപഹാരം.
ഇലാഹിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനോട് ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ്. കഴിഞ്ഞ 1-2 എപ്പിസോഡുകൾ മനോഹരമായി തന്നെ നമ്മൾ ഇവിടെ ചെയ്തു. ഇനി മറ്റൊരു കോളേജിലേക്ക് പോവുകയാണ്. അതുവരെയും ഗുഡ് ബൈ.